ഇവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് പോയി. കളഞ്ഞത് എന്നെ അമ്മയാണെന്നൊക്കെയാ പറഞ്ഞത്. ആ വിഷമം തീർക്കാൻ ഇനി ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുണ്ടായിക്കോട്ടെ എന്ന് ഇവൻ കരുതിയോ? അതിന്റെ സമ്മാനമായിട്ടാണോ ഇവന് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തത്? നിർത്തടാ. ഇനി ആ രീതിയിലൊക്കെ സംസാരിച്ചാല് വിഷുവായിട്ട് എന്റെ കൈയുടെ ചൂട് നീ അറിയും. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങളെ മൊത്തത്തിൽ അറിഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത്. കുറച്ച് ദിവസമായി എന്റെ ഈ യാത്ര തുടങ്ങിയിട്ട്. എന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ കടന്നുകൂടിയപ്പോ വീട്ടിലൊരുത്തി ഉണ്ട്, നിങ്ങളെ രണ്ടാനച്ഛന്റെ മോള്. അവളും സ്വന്തം അമ്മയും പോലും എന്നെ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞു, തലച്ചോറ് വികസിക്കാത്തവരാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ കണ്ണേട്ടിനെ ഏട്ടത്തെയൊക്കെ ദൈവങ്ങളെ പോലെ സ്നേഹിച്ചേനെ. അതുപോലെ തന്നെ ഇപ്പൊ സാഗരേട്ടിനെ ഏട്ടത്തെയും ചേർത്ത് ചില കഥകൾ പറഞ്ഞുണ്ടാക്കിയല്ലോ, അതൊന്നും തന്റെ നാവില് വരത്തില്ലായിരുന്നു. ഇവരുണ്ടല്ലോ, ഓടിച്ച കള്ളിയാ, നല്ല നയമുള്ള ഒരു കള്ളി.